ഹായ് ഫ്രണ്ട്സ്, ടൈലിസ്.com എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെറ്റിക്കോട്ട് പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് കാണിച്ചു തന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ തുണിയിൽ അത് എങ്ങനെ വെട്ടാം. നമ്മൾ കൊച്ചിൻ്റെ അളവെടുത്തായിരുന്നു. അവരുടെ ചെസ്റ്റ് വണ്ണം 22ഉം വേസ്റ്റ് വണ്ണം 22ഉം വേസ്റ്റ് ലെങ്ത്ത് 11ഉം ഫുൾ ലെങ്ത്ത് 25 അങ്ങനെയായിട്ടാണ് നമ്മൾ അളവെടുത്തത്. ആ അളവിൽ തന്നെ നമ്മൾ ഈ തുണിയിൽ ഞാൻ വരച്ച് വെട്ടി കാണിച്ചിട്ട് തയ്ച്ച് കാണിക്കാം. തുടങ്ങാമോ? കൊച്ചിൻ്റെ വണ്ണം നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഈ തുണിയിൽ വണ്ണം 22 ഇഞ്ച് വണ്ണമാണെങ്കിൽ വണ്ണത്തിൻ്റെ 4/1 എത്രയാണ്? 5, 5.5 പ്ലസ് 1.5 കൂട്ടി 7 അടയാളപ്പെടുത്തി. കണ്ടോ? 7. താഴേക്ക് 11 പ്ലസ് 11ൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൂട്ടി. അപ്പം ഇറക്കവും വണ്ണവും എടുത്തിട്ട് നമ്മൾ മടക്കുന്നു. വണ്ണം എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം പാൻറ്റീസിനും നിക്കറിന് എല്ലാത്തിനും എടുത്ത് അതേ അളവിൽ തന്നെ കണ്ടോ വണ്ണം എടുത്ത് മടക്കി. അത് 7 ഉണ്ടോ എന്ന് നോക്കുക. കറക്റ്റ് 7. ബാക്കി 11.5 എടുത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് 7 ഉണ്ടോ എന്ന് നോക്കി അതിനെ നേരെ ഇതിങ്ങനെ വണ്ണത്തെ പിടിച്ച് പൊക്കുക. നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് എല്ലാം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെട്ടാത്ത വശം, എൻ്റെ സൈഡിലേക്ക് വെട്ടാത്ത വശം, ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള വശം കണ്ട. ഇങ്ങനെ എടുത്തപ്പോൾ ഈ തുണി നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്ന. ഒരു ശക്കലം കുറവുണ്ട്, സാരമില്ല. നമുക്ക് നമ്മുടെ നോട്ടിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, നോട്ട് എടുക്കുക. നോട്ട് എടുത്തിട്ട് അതിനകത്ത് നോക്കി നിങ്ങൾ വേണം വരയ്ക്കാൻ. നോട്ടിലെ പെറ്റിക്കോട്ടിൻ്റെ അളവ് നമ്മളിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നോക്കണം. 0, 0, 1, 2, 3 എന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. 0, 1, 2, 3. ഇനി ഇതിൽ നോക്കി അടയാളപ്പെടുത്തുക. 0, 1 വേസ്റ്റ് ലെങ്ത്ത് പ്ലസ് 1/2 ഇഞ്ച്, അത് നമ്മൾ 11.5 എടുത്തു. 0, 2 ചെസ്റ്റിൻ്റെ 4/1. ഇനി അടുത്ത് ചെസ്റ്റിന് 4/1 പ്ലസ് 1.5 ഈ കൊച്ചിന് എടുത്തിരിക്കുന്നത്. അതും എടുത്ത് നമ്മൾ 4ആയി മടക്കി ഇട്ടു. അത് കഴിഞ്ഞ് 0 to 5. 0 to 5 എന്ന് പറയണത് ഇതാ കഴുത്തിൻ്റെ അകലം. 0 to 5 എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ചെസ്റ്റിൻ്റെ 12/1 മൈനസ് 4 ഇഞ്ച്. ചെസ്റ്റിൻ്റെ 12/1, ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ 22, 22ൻ്റെ 12/1 എത്ര? 1.25 കിട്ടും. 1.25 നിന്ന് 4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 1.5. ആ 1.5 ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ അടുത്തത് 0 to 11 നെക്കിൻ്റെ താഴ്ച 3.5 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3.5 അല്ലെങ്കിൽ 3.25 ഒക്കെ എടുത്തോ. 3.4 കൂടരുതും എടുത്തിട്ട് നമ്മൾ ചതുര സ്ക്വയർ ഇവിടെ വരച്ചിടുക. അതങ്ങനെ വരച്ചിട്ടു. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ടു, കഴുത്തിൻ്റെ അകലം എടുത്തു. അത് കഴിഞ്ഞ് 5 to 4 എന്ന് പറഞ്ഞാൽ 2, 2.5, 2 അല്ലെങ്കിൽ 2.5 നമ്മുടെ ആവശ്യത്തിന്. നമുക്ക് എന്തുമാത്രം ഈ ബെൽറ്റ് വീതി വേണോ അതാണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്നത് ഇവിടെ 2.5 കണ്ടോ. ഈ 2.5 എടുത്തിട്ട് പിന്നെ അടുത്തത് 4 to 3 ചെസ്റ്റിൻ്റെ 4/1 മൈനസ് 1. 4 to 3 എന്ന് പറയണത് ഏതാ? കഴുത്ത്. ഇതിൻ്റെ കൈയാണ്. റികാള് വെട്ടാനായിട്ട് കൈയുടെ ലെങ്ത്താണ് പറയണത്. ചെസ്റ്റിൻ്റെ 4/1 മൈനസ് 1 ഇഞ്ച്. ചെസ്റ്റിൻ്റെ 4/1 5.5 മൈനസ് 1 ഇഞ്ച് വരുമ്പോഴത്തേക്ക് 4.5. അപ്പോൾ ഈ നമ്മളെപ്പോഴും ഈ കഴുത്ത് എടുക്കുകയാണെങ്കിൽ 4 കഴുത്ത് എടുക്കുകയാണെങ്കിൽ 4.5 കൈക്കുഴി എടുത്തേക്കണം. 3.5 എടുക്കുകയാണെങ്കിൽ 4 എടുക്കണം. അപ്പോൾ 4 നമ്മൾക്കിവിടെ കൈക്കുഴി 4 എടുക്കാം. കണ്ടോ? അതും ഒരു ചതുരക്കൊട്ടയിൽ വരച്ചു. അത് കഴിഞ്ഞ് 7 to 6 ഇവിടെ 7 വരുന്നുണ്ട്. 7 to 6 എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യാം. 1/2 ഇഞ്ച് മാത്രം ഇവിടെ ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്തു. ഇതിനൊക്കെ എന്ത് കഴുത്താണോ നമ്മൾ തയ്ക്കേണ്ടത് അതനുസരിച്ച് ഇതിന് ഷേപ്പ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ കടലാസിൽ തന്നെ ഷേപ്പ് ചെയ്ത് പഠിക്കണം. കണ്ടോ? അതായത് ഈ കൈക്കുഴി വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഹാഫ് എടുക്കണം. നിങ്ങൾക്ക് പെറ്റിക്കോട്ടിന് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല.
4 അതിൻ്റെ പകുതി 4.5 ആണെങ്കിൽ 2.25 എടുക്കുക. എന്നിട്ട് അതിൻ്റെയും പകുതി എടുത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വളച്ച് കൊടുത്താൽ മതി കൈക്കുഴിയിട്ട്. പെറ്റിക്കോട്ടിന് അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ തന്നെ ഒരു ഷേപ്പ് അങ്ങോട്ട് വരച്ചാൽ മതി. അത് നിങ്ങൾ കടലാസിൽ വരച്ച് പിടിച്ചാൽ മതി. അതിൻ്റെ കഴുത്തിൻ്റെ നമ്മളിങ്ങനെ എടുത്തിട്ട് നല്ല ഇങ്ങനെ നമ്മൾ കടലാസിനകത്ത് ഷേപ്പ് ചെയ്ത് പഠിക്കണം. കണ്ടോ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. കണ്ടോ 1/2 ഇഞ്ച് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. പെട്ടെന്ന് നമുക്കിനി ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ വേസ്റ്റ് ലെങ്ത് എടുക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുക. കഴുത്തിൻ്റെ ലെങ്ത്ത് എടുക്കുക, കഴുത്തിൻ്റെ അകലം വണ്ണത്തിൻ്റെ 12 -1/4 ഇഞ്ച് എടുക്കുക. -1/4 ഇഞ്ച് എടുക്കുന്നത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇവിടെ 1/4 ഇഞ്ച് കിട്ടും. അപ്പോൾ അത് 1.25 നമുക്ക് കിട്ടും. പിന്നെ ബെൽറ്റിൻ്റെ വീതി നമുക്ക് ഇഷ്ടമുള്ളത്, അതായത് ഇപ്പം ഞാനിവിടെ 2.5 എടുത്തിട്ടുണ്ട്. കൈക്കുഴി നിങ്ങൾ ഇത്രയും ആലോചിക്കുക, ഈ കഴുത്തിൽ നിന്ന് 1/2 ഇഞ്ച് ഇറക്കി കൈക്കുഴി എടുത്തു. പിന്നെ 1/2 ഇഞ്ച് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്യാത്. ബാക്കും ഫ്രണ്ടും ഒരുപോലെ കഴുത്ത് വെട്ടുക കേട്ടോ. പിന്നെ കൈ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടു. ഇനി നമ്മളിത് പാവാട എടുക്കണേ. പാവാടയ്ക്ക് കൊച്ചിന് 16 ഇഞ്ച് വരും, പക്ഷെ നമുക്ക് അത്രയും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടുന്നത് എടുക്കും, 10 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പാവാട എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു തുണിയല്ലേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ പാവാട എടുക്കുമ്പോൾ നമ്മൾ തുണി വീതി, ഇതെന്ന് പറയുന്നത് തുണിയുടെ വീതി, ഇത് തേര് വശം, ഇതാണ് തുണി വീതി എന്ന് പറയുന്നത്. ഈ തുണി വീതി 16 എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ അളവെടുത്ത് നമ്മൾ 16 എടുത്തു. ഈ 16 എടുത്തിട്ട് ഈ തുണി വീതിയുടെ ഇരട്ടി എടുക്കാനാണ് പറഞ്ഞത്. ഈ 16നെ 1 ഇങ്ങോട്ട് മടക്കി, ഇത്രയുമാണ്. ഈ 2 പീസാണ് തുണി വീതിയുടെ ഇരട്ടി എന്ന് പറയുന്നത്. കണ്ടോ, ഇത് മുഴുവനും ഇതിൽ തയ്ക്കാനാണ് പറയുന്നത്. അപ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് ഉടുപ്പ് പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വേറൊരു തുണിയാണ്, ഇത് ഇതിനകത്ത് വയ്ക്കുന്നില്ല. നമുക്കിനി ചുരിദാറൊക്കെ തയ്ക്കണ്ട. അപ്പം ഇത് വേറെ ഒരു ഇത് തയ്ച്ചതിന് ബാക്കി ഉണ്ടായിരുന്ന, അപ്പോൾ കൊച്ചിന് നമ്മൾ ഇത് ഇറക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 10 ഇഞ്ചുള്ളൂ. അപ്പോൾ 6 ഇഞ്ച് കുറയും. സാരിൻ്റെ കൊച്ചു കുട്ടിയല്ലേ, വീട്ടിലിടാനല്ലേ. അപ്പോൾ നമ്മൾ ഈ തുണി വീതിയുടെ ഇരട്ടി എന്ന് പറയണത്, തുണി വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം 36 കാണും. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് തുണി കട്ട് ചെയ്തിട്ട്, അപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തുണി വീതി ഇതിനെ 4 ആക്കി ഇട്ടിട്ട് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന തുണി 4 ആക്കി ഇടുക. ഇത് 4 ആയിട്ടല്ലേ കിടക്കണേ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഫുള്ള് വേണം കേട്ടോ, ഈ അരയും കൂടെ വേണം. എന്നിട്ട് ഇവിടുന്ന് 5 ഇഞ്ചെങ്കിലും വേണമെന്നാണ് പറഞ്ഞേക്കണം. കണ്ടോ, ഇത്രയും വേണമെന്ന് പറഞ്ഞേക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 12 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇരുന്നോട്ടെ, നല്ലോണം ചുരുക്കി ഇരുന്നോട്ട് തയ്ക്കുക. ഇത്ര എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് തയ്ച്ച് വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് തയ്ക്കാം. അതിനകത്ത് വരും നമ്മൾ ഇപ്പോൾ കണ്ട ഇതുപോലെ നിറച്ചും ചുരുക്കിട്ട് കൊടുക്കണം. അതിന് ആദ്യം നിങ്ങൾ ചുരുക്കിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പെറ്റിക്കോട്ടിൻ്റെ ഇത് തയ്ച്ചിട്ട് അതിനകത്ത് വെച്ച് ചുരുക്കിടാൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചുരുക്കിട്ട് കുറച്ച് ചുരുക്കം അങ്ങോട്ട് ഇട്ട് വെക്കാം, എന്നിട്ട് അതിനകത്തേക്ക് വെച്ചടിക്കാം. അതായത് ചുരുക്കിടുമ്പോൾ എപ്പോഴും നമ്മൾ തുണി 4 ആയിട്ട് മടക്കിയിട്ടിട്ട് ഇത് 4 വശത്തും നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് കറക്റ്റായോ എന്ന് നോക്കണം. അങ്ങനെയാണ് ചുരുക്കിടേണ്ടത്. അപ്പോൾ ഞാൻ ഇതിവിടെ കൂടുതൽ തുണിയുള്ള കാരണം കുറച്ച് ചുരുക്കം അങ്ങോട്ട് ഇട്ട് വയ്ക്കുകയാണ്. അടുപ്പിച്ച് ചുരുക്കിടുകയാണെങ്കിൽ ഭംഗിയായിട്ടിരുന്നോളൂ. ആദ്യം നമ്മൾ പാൻറ്റീസിൻ്റെയൊക്കെ മടക്കി പാൻറ്റീസ് നമ്മൾ ആദ്യത്തെ പാൻറ്റീസ് തയ്ച്ചില്ലേ, തുമ്പൊളിച്ച് മടക്കി തയ്ക്കുക. അങ്ങനെ നമ്മൾ ഈ കഴുത്ത് തുമ്പൊളിച്ച് മടക്കി തയ്ക്കുന്നു കേട്ടോ.
വളവൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ച് തയ്ച്ചില്ലെങ്കിൽ ചുരുണ്ട് ഇരിക്കും. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങളിത് തയ്ക്കാൻ തുടങ്ങാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല, ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. കഴിഞ്ഞത് ഞാൻ വെട്ടണതും കടലാസിൽ വെട്ടണതൊക്കെ ഒരു 2-3 പ്രാവശ്യം നിങ്ങളൊരു കടലാസ് എടുത്ത് വെട്ടി നോക്കിയിട്ട് വേണം നിങ്ങൾ തുണിയിൽ വെട്ടാൻ. പഴയ വല്ല മുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റി തുണി, കോട്ടൻ്റെ തുണിയിൽ ആദ്യം വെട്ടി പഠിക്കണം. സാരി അങ്ങനെയുള്ള കനം കുറഞ്ഞ തുണികളൊന്നും എടുത്തേക്കല്ലേ, നിങ്ങൾക്ക് പിന്നെ അത് കിട്ടാണ്ട് വരുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോകും. കോട്ടൻ്റെ മുണ്ടോ കൈലിയോ അങ്ങനെയുള്ള തുണികളൊക്കെ എടുത്ത് ഇത് ഈ കഴുത്ത് തയ്ച്ച് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ അതിൻ്റെ പുറമേ കൂടെ അടിക്കുക, പതിഞ്ഞിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ കൈ രണ്ടും അതുപോലെ തന്നെ മടക്കി തയ്ക്കണം. അപ്പോൾ കൈ മടക്കി തയ്ക്കുക, അതുപോലെ തന്നെ തയ്ക്കണം കേട്ടോ. ഇതുപോലെ ഇപ്പുറത്തെ കൈയും തയ്ക്കുക. ഇനി നമ്മൾ ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഈ സൈഡ് രണ്ടും 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൂട്ടിയടിക്കുക. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമ്മൾ നല്ല പുറം വെച്ചിട്ട് ഇതിൻ്റെ ഫ്രില്ല് അടിച്ചു കൊടുക്കുക. ഉണ്ടോ? നല്ല പുറവും കൂടെ കൂട്ടി വെച്ച് ഫ്രില്ലടിച്ചു കൊടുക്കുക. നമ്മൾ ഫ്രില്ലടിച്ചപ്പോൾ ഒരു തയ്യൽ ഇവിടെയുണ്ട്. ആ തയ്യലിൻ്റെ താഴെ കൂടെ വേണം നമ്മൾ തയ്ക്കാനായിട്ട്. അങ്ങനെ നീട്ടി തയ്ച്ചു കൊടുക്കുക. ഇതിന് നമ്മൾ പുറംകാണി കൊടുക്കണം. ഇങ്ങനെ 2 പ്രാവശ്യം പുറംകാണി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്താ ടോപ്പ് സ്റ്റിച്ച് ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ വീണ്ടും ഒരു അടി അടിക്കുക. പിള്ളേർ ഇത് ചുമ്മാ വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കാനല്ലേ, വീതിയിൽ അതൊന്ന് അതൊക്കെ അടിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടി അടിക്കുക. ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മുടെ ഇവിടെ വണ്ണം എത്രയാ ആ വണ്ണം നിങ്ങൾ അളന്ന് നോക്കിയിട്ട് വേണം ഇവിടെ അടിച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പിടണം അവിടെ.
ഇവിടെ നമ്മൾ ഇനി ഈ തുമ്പ് മടക്കി ഇങ്ങനെ 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കണം. ഇതിപ്പോൾ തയ്ക്കുന്നില്ലെന്ന്, ഞാൻ ഇറക്കം കുറവല്ലായിരുന്നു, അതുകൊണ്ട് തയ്ക്കുന്നില്ല. അപ്പോൾ നമ്മളെ പെറ്റിക്കോട്ട് പൂർത്തിയായി. കണ്ടോ, ഇതാണ് നമ്മുടെ പെറ്റിക്കോട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.